കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് സംസ്കരണ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിച്ചവരുടെ വീട്ടിൽ പോലീസ് പരിശോധന. സമരസമിതി നേതാക്കളുടെ വീട്ടിലാണ് പോലീസ് പരിശോധന നടത്തിയത്. ആളില്ലാത്ത വീട്ടിലെ വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചതായും പരാതിയുണ്ട്. ഫ്രഷ് കട്ടിനെതിരെ ഇന്നു മുതൽ സമരം ശക്തമാക്കുന്നതിനിടയിലാണ് പോലീസിന്റെ നടപടി. ശുദ്ധവായു, ശുദ്ധജലം, പാർപ്പിടം ഇത് ഞങ്ങളുടെ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് ഈ പുഴയോരത്തു നിന്ന് ഈ ഒരു സ്ഥാപനം ഇവിടെ നിന്ന് എടുത്തു മാറ്റിയേ തീരൂ. വേറെ ആൾവാസമില്ലാത്ത വിജനമായ സ്ഥലത്ത് ഇവർ കൊണ്ടുപോയി സ്ഥാപിച്ചോട്ടെ. മാലിന്യം സംസ്കരിക്കപ്പെടണം, വലിച്ചെറിയരുത്, വലിച്ചെറിയാൻ പാടില്ല. അത് ഈ വലിച്ചെറിയപ്പെടുന്നു. ഈ പുഴ മുഴുവൻ ഇതിന്റെ സ്ലറി ഒഴുക്കിയിട്ട് പുഴയിലെ വെള്ളം ഒരു തൊള്ളി പോലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഷബീർ ഉമർ ചേരുന്നു. ഷബീർ, എത്ര കാലമായി മനുഷ്യരുടെ ആവശ്യമാണ് എന്നുള്ളതാണ്. ഒരു നടപടിയും അതിലുണ്ടായില്ല. കാലങ്ങളായി ഈ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഇത് ശക്തമാക്കാമെന്നുള്ള പ്ലാനിലിരിക്കുമ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അവർക്ക് പ്രതികൂലമായിട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പോലീസ് ഉദ്ദേശിക്കുന്നത്? സമരക്കാരുടെ ഭാഗം എന്താണ്? തന്നെ സൂചിപ്പിച്ചതുപോലെ കാലങ്ങളായി പ്രദേശവാസികൾ താമരശ്ശേരി അമ്പയത്തോടിന് സമീപം പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് കോഴി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇടക്കാലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ ഇടക്കാലത്ത് ഈ സംസ്കരണ കേന്ദ്രത്തിന് പ്രവർത്തനാനുമതി നിഷേധിച്ചിരുന്നു. താൽക്കാലികമായാണ് പ്രവർത്തനം നിർത്തിവെക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയത്. എന്നാൽ പിന്നീട് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചതോടെ ഇവിടുത്തെ പ്രദേശത്തെ ജനജീവിതം ദുസ്സഹമായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഈ ഫാക്ടറിയിൽ നിന്നുള്ള ദുർഗന്ധം അവിടെ ജീവിക്കാൻ കഴിയാതെയാക്കുന്നു. ഒപ്പം തന്നെ മറ്റ് അസുഖങ്ങളടക്കം പിടിപെടുന്നു എന്നതാണ് നാട്ടുകാരുടെ പരാതി. എന്തായാലും ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് സമരം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലുള്ള സമരസമിതി പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന സമരസമിതി നേതാക്കളുടെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്കെത്തിയത്. ഇവരുടെ വീടുകളിലെത്തി ഇവരെ പിടികൂടാനായിരുന്നു പോലീസ് നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെയുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന എന്നാണ് പോലീസ് പറയുന്നത്. ഈ കേസിൽ 2 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ഈ കേസ് എന്ന് പറയുന്നത് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ്. ഈ അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ജീവനക്കാരനെ മർദ്ദിച്ചു എന്നതടക്കമാണ് ഈ കേസ്. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് പരിശോധന എന്നാണ് പോലീസിന്റെ വിശദീകരണം. എന്നാൽ ഇന്ന് സമരം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് പിന്നാലെ താമരശ്ശേരി ഡിവൈഎസ്പിയുമായി സമരസമിതി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ഈ കൂടിക്കാഴ്ചയിൽ തീരുമാനമാകാത്തതിന് പിന്നാലെയാണ് തങ്ങളുടെ വീടുകളിൽ പരിശോധന നടത്തിയത് എന്നാണ് ഈ സമരസമിതി നേതാക്കൾ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ആളില്ലാത്ത വീടിന്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കാനും പോലീസ് ശ്രമിച്ചതായുമുള്ള ആരോപണമുണ്ട്. അത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു പോലീസ് എന്നാണ് ഈ സമരസമിതി പറയുന്നത്. അതേസമയം ഇന്നിപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രദേശത്ത് നടക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന്റെ ഭാഗമാണ്. ഇവരെ നേരിടാൻ വലിയ പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഘർഷാവസ്ഥ ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് പ്രവർത്തനം നിർത്തിവെക്കുന്നത് വരെ സമരം തുടരുമെന്നാണ് നാട്ടുകാരുടെ നിലപാട് തന്നെയാണ്. ശരി ഷബീർ.